ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ മൈ ലൈഫ് ആണ് കേട്ടോ. ഒരുപാട് ദിവസമായി ഒരു ഡേ മൈ ലൈഫ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്നേരം നമ്മുടെ കമൻറ്റിലൂടെ 2-3 പേര് ഡേ മൈ ലൈഫ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ പിന്നെ ഒരു ഡേ മൈ ലൈഫ് ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇത് ഒരു 8:30 ടൈമാണ് കേട്ടോ. നമ്മൾ രാവിലെ കഴിച്ചിരുന്നത് പുട്ടും അതുപോലെ തന്നെ ബീഫും അടയും ഒക്കെയാണ് കേട്ടോ. ഈ ഒരു ടൈം എന്താണ് എനിക്കെന്ന് ചോദിച്ചാൽ, കുഞ്ഞ് വെളുപ്പിനെ ഒരു ഇത്തിരി താമസിച്ചാണ് ഉറങ്ങാറ്. അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ ഉറങ്ങുന്നത് താമസിക്കുന്നത് കൊണ്ട് ഈ ഒരു ടൈമാണ് നമ്മളിപ്പോൾ എണീക്കുന്നത്. എല്ലാവരും ആ ഒരു ടൈമിലാണ് എണീക്കുന്നത് കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം റൈലോപ്പനെ നമ്മൾ ഷോപ്പിലോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകും. അവിടെ കുറച്ച് നേരം അവൻ്റെ ഇരുന്ന് കളിക്കും. അതിനുശേഷം അവനെ ഒന്ന് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവനെ കുളിപ്പിക്കും. പിന്നെ നമ്മളൊന്ന് ചോറ് കൊടുത്ത് കുറച്ച് നേരം അവന് ടി വി കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അതിനുശേഷം അവന് ചിലപ്പോൾ ഒന്ന് ഉറങ്ങും. ഉറങ്ങിയില്ലെങ്കിൽ ഇതാണ് അവസ്ഥ കേട്ടോ. കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരിക്കും. അതിനുശേഷം അവന് ചിലപ്പോൾ ഒരു 5 മണി, ഒരു 6 ആ ഒരു ടൈം ആകുമ്പോഴായിരിക്കും എണീക്കുന്നത്. ആ ഒരു ടൈമിൽ ഞാൻ അവന് എന്തെങ്കിലും ഫുഡ് കൊടുക്കാറുണ്ട്. ഒരു ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് എഗ്ഗൊക്കെ ഇട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. അപ്പം നമുക്ക് നൈറ്റിൽ കഴിക്കാനായിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കാൻ പാസ്തയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അവനും ഇത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് വെജിറ്റബിൾസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ബീഫ് പാസ്തയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അവനിപ്പം ചെറുതായിട്ട് ബീഫൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ബീഫിന് ഞാൻ ചിക്കൻ്റെ ക്യൂബാണ് ഇടുന്നത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ക്യൂബ് മേടിച്ചിട്ടുണ്ടോ? അതായത് എനിക്ക് തോന്നുന്നു ഒരു 40 രൂപയാണെന്ന് തോന്നുന്നു. അതെ, 40 രൂപയാണ്. ഇതിൽ ഒരു 11 ചെറിയ ക്യൂബ് ഉണ്ടായി കേട്ടോ. ഇതിൻ്റെ വലുത് മേടിക്കാൻ കിട്ടും. അതിന് 2 എണ്ണത്തിന് 43 രൂപയാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഇത് ഒരു 3 എണ്ണമെങ്കിലും നമ്മുടെ ഒരു 1.5 കിലോ ചിക്കൻ ആണെങ്കിൽ ഒരു 3 എണ്ണമെങ്കിലും ഇടേണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ബീഫ് ആണെന്ന് പറഞ്ഞാലും അതിലും ഇത് ചേർക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഈ ഒരു പാസ്തയിൽ ആദ്യം ഞാൻ ടൊമാറ്റോ സോസൊക്കെ ഇതിൽ നമ്മൾ വഴറ്റുമ്പോൾ ചേർക്കുമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു അതിൽ നല്ല ടേസ്റ്റ് ഈ ക്യൂബ് ഇട്ടിട്ട് പിന്നെയും ഈ ഒരു സോസ് ചേർക്കുമ്പോൾ വലിയ ടേസ്റ്റ് കാണില്ല എന്ന് തോന്നി. അപ്പം ഞാൻ അല്ലാതെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നമ്മുടെ പാസ്തയുടെ ആ ഒരു സ്റ്റോക്ക് മാറ്റി വെച്ചിരുന്നു. അതും കൂടെ ചേർത്താണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അപ്പം നമ്മൾ പാസ്ത എല്ലാം വേവിച്ച് മാറ്റി വെച്ചു. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വഴറ്റി വെച്ചു. ഈ പാസ്ത ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മൾ വൈകിട്ട് നമുക്കൊരു കസിൻ്റെ വീട്ടിൽ വിസിറ്റുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ തീർന്നിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ഡേ മൈ ലൈഫ് പോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ വീഡിയോസ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൂട്ടുകാർക്കാർക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും വീഡിയോയ്ക്ക് മാറ്റങ്ങൾ വരുത്തണമെന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സജഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം വീണ്ടും ഒരു വീഡിയോ ഇടാം. ടാറ്റാ.